So hi all, welcome to ASAP. So ക്ലറിക്കൽ എബിലിറ്റിയിലെ മറ്റൊരു പാർട്ടിലേക്ക് സ്വാഗതം. സോ ഇതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കാം. സോ താഴെ തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായി ക്രമീകരിക്കുക എന്നാണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. വന്നിട്ടുള്ള എക്സാം ഇവിടെ എഴുതിയിട്ടുണ്ട്, 10ാം ക്ലാസ് പ്രിലിംസ് 2022 കേട്ടോ. സോ ഇത് നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ. 1 മേശ, 2 മരം, 3 തടി, 4 വിത്ത്, 5 ചെടി കണ്ട് തന്നിട്ടുണ്ട്. സോ എങ്ങനെയായിരിക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്യാം? നിങ്ങൾ ഇതിൻ്റെ ഒരു അർത്ഥവത്തായിട്ട് ക്രമീകരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ ഒരു മരം ഉണ്ടായി വരുന്ന ഇതിൻ്റെ ഒരു സൈക്കിൾ ഫീൽ ചെയ്യുന്നില്ലേ അല്ലേ? ഒരു നാച്ചുറൽ സൈക്കിൾ ഓഫ് എ ട്രീ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒരു ട്രീ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ആദ്യം എന്താണ് നമ്മൾ ചെയ്യുക? ആദ്യം വിത്ത് പാകമല്ലേ ചെയ്യാം. സോ വിത്ത് പാകുന്നു, അതെന്താവുന്നു? ഒരു ചെടിയായി മാറുന്നു. ശേഷം അതൊരു മരമായി മാറുന്നു. പിന്നീട് അതിൻ്റെ കാലശേഷം അതൊരു തടിയാകുന്നു. പിന്നെ അത് വെച്ചൊരു മേശ ഉണ്ടാക്കുന്നു അല്ലേ? സോ അർത്ഥത്തിലേ വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി അല്ലേ? 4, 5, 2, 3, 1 എന്നുള്ള അർത്ഥത്തിൽ. സോ ഇത്തരം വേർഡ് തന്നിട്ട് അതിനെ അർത്ഥവത്തായിട്ട് ക്രമീകരിക്കാൻ പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാറുണ്ട്. സോ ഇതിൻ്റെ അർത്ഥങ്ങൾ അങ്ങോട്ട് മാറിയിട്ടുണ്ടാവും. സോ ഇതൊരു ശരിക്കൊരു പ്രോസസ്സായിരിക്കും, ഏതെങ്കിലും ഒരു പ്രോസസ്സ്. ഓക്കെ, ഒരു ഉദാഹരണത്തോടെ കാണിക്കാം, എന്നിട്ട് നോക്കൂ. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കൂലി വർക്കർ എന്നുള്ള എക്സാം 2024 ചോദിച്ച ക്വസ്റ്റ്യനാണ്. സോ ചോദ്യം എങ്ങനെയാണ്? താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളെ അവയുടെ നമ്പർ പ്രകാരം അർത്ഥവത്തായി ക്രമീകരിച്ചാൽ യോജിച്ചത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, സോ അത് പ്യുവർ മാത്തമാറ്റിക്സ് അല്ലേ? നമ്മുടെ ജോമെട്രിക് ഫിഗർ വെച്ചിട്ടാണ് ഈ സംഭവം വരുന്നത്. സോ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ എങ്ങനെ ആൻസർ വരുന്നുണ്ടാവുക. രേഖ, കോണ്. രേഖ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മീഡിയംകാരെ ഇത് ലൈൻ എന്നുള്ളതാണ് അല്ലേ? ലൈന്. കോണെന്ന് പറയുമ്പോൾ ആംഗിള്. അതിന് ബിന്ദു എന്ന് പറയുമ്പോൾ ബിന്ദു പോയിൻ്റ് അല്ലേ പറയാം? പോയിൻ്റ്. അതിൻ്റെ ലാസ്റ്റ് ത്രികോണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ. സോ ഇതിലേതാണ് ആദ്യം? ഒരു ചെറുതെന്ന് വലുതിലേക്കോ അല്ലെങ്കിൽ വലുതെന്ന് ചെറുതിലേക്കോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു പോയിൻ്റ് അല്ലേ? പോയിൻ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? 2 പോയിൻ്റ് ജോയിൻ ചെയ്താൽ അതെന്തായി? ഒരു ലൈനായി, ഒരു രേഖയായി. 2 ലൈന് ചേർന്നാൽ അതിനിടയിലൊരു ആംഗിളായി അല്ലേ? ലൈനും ആംഗിളും കൂടെ ചേർന്ന് അതെന്തായി? അതൊരു ട്രയാങ്കിളായി. സോ ട്രയാങ്കിളിൻ്റെ ഒരു ജോമെട്രിക് ഫോമാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് അല്ലേ? സോ ഫസ്റ്റ് നമ്മൾ പോയിൻ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻസിൽ ബിയും ഉണ്ട്, സിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ഇതിൻ്റെ ആൻസർ അല്ല എന്ന് പറയാം. അതിൻ്റെ അടുത്തത് ബിന്ദു കഴിഞ്ഞ രേഖയാണ് വരേണ്ടത്. അപ്പോൾ 3 കഴിഞ്ഞ 1 വരുന്ന ഒരൊറ്റ ഓപ്ഷൻ ഇതിലുള്ളൂ, സി. അപ്പോൾ ഇത് ആൻസർ അല്ല എന്ന് മനസ്സിലായി. സോ നമ്മുടെ ആൻസറായി വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ക്ലറിക്കൽ എബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഏത് എക്സാമിലാണ് വന്നിട്ടുള്ളത് എന്ന് സഹിതം. സോ അത് ഈ വീഡിയോയുടെ കൂടെ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് റെഫർ ചെയ്തോളൂ. നമുക്ക് ക്ലറിക്കൽ എബിലിറ്റിയിൽ ഒരു മാർക്ക് നഷ്ടപ്പെടാതെ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഈ ക്വസ്റ്റ്യൻ ഏത് എക്സാം എന്ന് നോക്കിക്കോളൂ. സോ ഇത് 2025 ഓക്കെ, 2025 10ാം ക്ലാസ് പ്രിലിംസ് സ്റ്റേജ് 2 ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ്. സോ തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക എന്ന് തന്നെ ക്വസ്റ്റ്യൻ. താരതമ്യം, വർഗീകരണം, നിരീക്ഷണം, നിഗമനം, അപഗ്രഥനം. പേര് കേൾക്കുമ്പോഴേ അറിയാം അല്ലേ? ഒരു സയൻറ്റിഫിക് സ്റ്റഡി, ഒരു ശാസ്ത്രീയ പഠനത്തെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ഇപ്പോൾ പറയുന്നത്. താരതമ്യം എന്ന് പറയുമ്പോൾ കമ്പാരിസൺ അല്ലടാ, ഇംഗ്ലീഷ് പറയുമ്പോൾ കമ്പാരിസൺ. വർഗീകരണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ. നിരീക്ഷണം എന്ന് പറയുമ്പോൾ ഒബ്സർവേഷൻ അല്ലേ? എല്ലാ ശാസ്ത്രീയ പഠനത്തിനും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ് ഒബ്സർവേഷനാണ്. അപ്പോൾ അതായിരിക്കും ആദ്യം വരുന്നുണ്ടാവുക. നിഗമനം എന്ന് പറയുന്നത് കൺക്ലൂഷൻ എന്ന് പറയും അല്ലേ? ഇംഗ്ലീഷിൽ കൺക്ലൂഷൻ. അതാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്യാറുള്ളത്. അതിൻ്റെ അപഗ്രഥനം എന്ന് പറയുന്നത് അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഒരു ശാസ്ത്രീയ പഠനത്തിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് നിരീക്ഷണമാണ്. അപ്പോൾ നിരീക്ഷണം 3 കൊണ്ട് തുടങ്ങുന്ന എത്ര ആൻസർ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ? ഓപ്ഷൻ എയും ഉണ്ട്, ഓപ്ഷൻ ബിയും ഉണ്ട് അല്ലേ? സോ സെക്കൻഡ്, ആ നിരീക്ഷിച്ചുള്ള വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യും? അത് താരതമ്യം ചെയ്യാറ് അല്ലേ? അത് താരതമ്യം ചെയ്തിട്ട് അത് മുമ്പത്തെ ഏത് ഗ്രൂപ്പായിട്ടെന്നുള്ളത് അതിനായിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്ത് പിന്നെ അനാലിസിസ് നടത്തിയിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ? കൺക്ലൂഡ് ചെയ്യാറുള്ളൂ അല്ലേ? സോ ആ ഓർഡർ നമ്മൾ പറയുമ്പോൾ ആദ്യം നിരീക്ഷണം, പിന്നെ നമ്മൾ താരതമ്യം ചെയ്യും, ശേഷം വർഗീകരണം. സോ ആ ഓർഡറിൽ പോകുന്ന ഏതാടാ? ഫസ്റ്റ് നിരീക്ഷണം 3, സെക്കൻഡ് നമ്മൾ ചെയ്യേണ്ടത് താരതമ്യമാണ്. സെക്കൻഡ് നമ്മൾ വർഗീകരിക്കാമല്ലോ, താരതമ്യം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ? വർഗീകരിക്കുള്ളൂ. സോ അവിടെ നിങ്ങളുടെ ആൻസറായിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സോ ഇതിന് ആൻസറായിട്ട് ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കോളൂ.
അടുത്ത എക്സാം ഫാം അസിസ്റ്റൻറ്റ് 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സോ ഇതിൻ്റെ ഓപ്ഷൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണേ? ഏതിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്? പുല്ല്, തവള, പുൽച്ചാടി, പാമ്പ്, കഴുകൻ, ബാക്ടീരിയ. കാണുമ്പോഴേ അറിയാം അല്ലേ? ഇതെന്താ? ഒരു ഭക്ഷ്യ ശൃംഖല, ഫുഡ് ചെയിൻ എന്ന് പറയുന്ന സംഭവമല്ലേ? ഫുഡ് ചെയിനിലെ പ്രൊഡ്യൂസർ അല്ലേ, പ്രൈമറി കൺസ്യൂമർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ആ ഓർഡറിൽ നിങ്ങൾ നോക്കിയേ, ഇതിലേതാ ആദ്യം വരിക നിങ്ങളുടെ ഒപ്പീനിയനിൽ? ബാക്ടീരിയ. ബാക്ടീരിയ ആണ് ആദ്യം വരിക? അല്ല, ബാക്ടീരിയ നമ്മൾ ഒരു 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 വസ്തു നശിച്ചു കഴിഞ്ഞാൽ അതിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അവസാനം അവരാണ് അല്ലേ ബാക്ടീരിയ ഡീകമ്പോസ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് പുല്ല് തന്നെയല്ലേ? പുല്ലിൽ സ്റ്റാർട്ട് ചെയ്യാം. പുല്ല് കഴിക്കുന്നത് ഫസ്റ്റ് പ്രൈം കൺസ്യൂം ചെയ്യുന്ന ആളാരാ? പുൽച്ചാടിയല്ലേ അല്ലേ? പുൽച്ചാടിയെ തിന്നുന്ന ആളാണ് ആര്? തവള. തവളയെ കഴിക്കുന്ന ആളാണ് ആര്? പാമ്പ്. പാമ്പിനെ കഴിക്കുന്നത് കഴുകൻ. കഴുകന് ചത്തൊടുങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഡീകമ്പോസ് ചെയ്യുന്നത് ബാക്ടീരിയ അല്ലേ? സോ ആ ഓർഡറിൽ എവിടെ വരുന്നത്? പുല്ല്, പുൽച്ചാടി, തവള. തവളനെ കഴുകനില്ല, തെറ്റാണ്. അടുത്ത പുല്ല്, പുൽച്ചാടി, തവള, തവളയെ പാമ്പ്, പാമ്പിനെ കഴുകൻ, കഴുകനെ ബാക്ടീരിയ. സോ നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ആൻസർ സി ആണ് അല്ലേ? ആൻസർ സി. ഓക്കെ, സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സോ ഇത് ചോദിച്ചിട്ടുള്ളത് 10ാം ക്ലാസ് പ്രിലിംസ് 2022 സെയിം ആശയം വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തതിൽ ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ചെയ്തതുപോലെ കമൻറ്റ് ചെയ്തതിൽ ആരുടെ കമൻറ്റാണോ കറക്റ്റായിട്ടുള്ള ആൻസർ വെച്ചാൽ അതിൻ്റെ മുകളിൽ ഞങ്ങളുടെ ഒരു ലൈക്കോ അല്ലെങ്കിൽ ആ ആൻസർ ഞങ്ങൾ പിൻ ചെയ്യുകയോ ചെയ്യാറുണ്ട്. സോ കൺഫ്യൂഷനുള്ള ആളുകൾ ആ ആൻസർ നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ആ അടിസ്ഥാനത്തിൽ നോക്കുക. സോ കമൻറ്റ് ചെയ്യാൻ ആരും വിട്ടുപോകരുത്. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.